ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന 039/2024 ഒരു പി എസ് സി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം, പി എസ് സി പരീക്ഷയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം വേറേതാണ്. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം: JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവൻ. ഓപ്ഷൻ ഡി ആൻസർ. മൂന്നാമത്തത്: കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ഹാമിൽട്ടൺ. ഇതാണ് ഓപ്ഷൻ സി ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? എത്രയാണ്? 107 മെഡലാണ്. എത്രയാണ്? 107 മെഡൽ ലഭിച്ചു കേട്ടോ. അടുത്ത ചോദ്യം: നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യം കേട്ടോ. BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ഓപ്ഷൻ എ ആൻസർ. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ശരിയാണത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. തെറ്റാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അതും തെറ്റാണ്. അപ്പോൾ ഇതൊന്നും മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം: തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്, ചോദ്യമാണ് കേട്ടോ. അനുശീലൻ സമിതിയൊക്കെ സ്ഥാപിക്കുന്നത് കൽക്കട്ടയിലെ ബാരിസ്റ്ററായിരുന്ന പ്രമദാനന്ദ മിത്രയുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ അനുശീലൻ സമിതിയൊക്കെ രൂപീകരിക്കുന്നത് കേട്ടോ. എട്ടാമത്തെ ചോദ്യം: ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. അതേപോലെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇതിൽ ശരിയേതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ കേട്ടോ. 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? ഹീരാലാൽ സമരിയ കേട്ടോ. ഹീരാലാൽ സമരിയയാണ്. പത്താമത്തെ ചോദ്യം: ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ എ ലിപുലെക്ക് ചുരമാണ്. ഓപ്ഷൻ എ ലിപുലെക്ക് ചുരം. 11ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഹിമാലയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. ഓപ്ഷൻ ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് 1:10 ലക്ഷമാണ് കേട്ടോ. 10 ലാഖാണ് കേട്ടോ. 1:10 ലക്ഷം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം: നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റാബി കേട്ടോ. ഓപ്ഷൻ ഡി റാബിയാണ് കേട്ടോ. അടുത്ത ചോദ്യം: ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഓപ്ഷൻ സി ഇടമലക്കുടി. ഓപ്ഷൻ സി ഇടമലക്കുടിയാണ്. 15ാമത്തെ ചോദ്യം: പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ പുറംപണി ഭൂപരിഷ്കരണമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4 മാത്രം. 16ാമത്തെ ചോദ്യം: ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഏതാണ്? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ കേട്ടോ. ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ. 18ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് റിസർവ് ബാങ്ക് കേട്ടോ. റിസർവ് ബാങ്ക്. 19ാമത്തെ ചോദ്യം: സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 20ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇതിൽ 2ഉം 4ഉം മാത്രമാണ് ശരി കേട്ടോ, ബാക്കി തെറ്റാണ്. 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടുകൂടിയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഇതിൽ ആദ്യത്തെ 3 എണ്ണമാണ് ശരി കേട്ടോ, 1, 2, 3. അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഓപ്ഷൻ ബി ആണ് ആൻസർ. 23ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32 കേട്ടോ, ആർട്ടിക്കിൾ 32 ഓപ്ഷൻ സി ആൻസർ. 24ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 അത് 4ഉം എന്താണ് യോജിക്കുന്നതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും മറ്റുമെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടോ. ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? നീതി ആയോഗ്. ഓപ്ഷൻ ബി നീതി ആയോഗ്. 26ാമത്തെ ചോദ്യം, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്? ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനിയം കേട്ടോ, നാരി ശക്തി വന്ദൻ അധിനിയം. 27ാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ, ഗവർണർ. നീക്കം ചെയ്യാൻ പക്ഷേ പ്രസിഡന്റിന് അധികാരമുള്ളൂ. 28ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി കേട്ടോ, മുഖ്യമന്ത്രി. 29ാമത്തെ ചോദ്യം, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹപൂർവം. ഓപ്ഷൻ ബി സ്നേഹപൂർവമാണ് കേട്ടോ. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. കുടുംബശ്രീ സംഘടനാ സംവിധാനങ്ങളിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘുസമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. 31ാമത് ചോദ്യം, കണ്ണുനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഓപ്ഷൻ ബി ലൈസോസൈം കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 32, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഏതാണ്? സ്പെക്ട്രം കേട്ടോ, സ്പെക്ട്രം. 33, ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടക. ഓപ്ഷൻ എ കർണാടക.
34 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. ഏതാണ്? ഫാറ്റി ലിവറും പ്രമേഹവും മാത്രമേ ഉള്ളൂ ജീവിതശൈലി രോഗം കേട്ടോ. 1ഉം 2ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 35ാമത്തെ ചോദ്യം, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1 വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉം ശരി. 36ാമത്തെ ചോദ്യം, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. പ്ലവക്ഷമ ബലം ഒരു വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. 37 ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 38ാമത്തെ ചോദ്യം, എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? 3ആം പീരീഡ്, 1ആം ഗ്രൂപ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. 39ാമത്തെ ചോദ്യം, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക് സ്വഭാവമുള്ളതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. ഇതിലേതാണ് ശരിയായത്? സി ആണ്. 2ഉം 3ഉം ശരിയാണ് കേട്ടോ. 2ാമത്തതും 3ാമത്തെ ഓപ്ഷനും ശരിയായ പ്രസ്താവനയാണ്. 40ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ടെത്തുക. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ.